ഉണ്ടാകട്ടെ. നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയ ദയക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാവിലെ സമയം നമുക്ക് 8-ാം അധ്യായം അതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. തുടർന്ന് ജോ ബ്രദറും ബെന്നി പാസ്റ്ററും അതിനെ തുടർന്ന് ഗുരു ബ്രദറും ഒക്കെ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. വളരെ നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് നമ്മളത് ആഴമായി ചിന്തിക്കുമ്പോൾ പല ആത്മീയ സത്യങ്ങളും ഈ ഭാഗത്തുനിന്ന് നമുക്ക് വെളിപ്പെട്ട് വരാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു ആത്മീയ ജീവിതമെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ചില എണ്ണപ്പെട്ട പാപങ്ങളെ കുറിച്ച് ചിലപ്പോൾ പലരും ഞാൻ സുവിശേഷം പറയുന്ന പോലും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നതുപോലൊക്കെ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാതിരുന്ന് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം എന്നൊക്കെ പറയുന്ന നിലയിൽ കണ്ടിട്ട് ഒരിക്കൽ എനിക്കത് കറക്റ്റ് ചെയ്യേണ്ടി പോലും വന്നിട്ടുണ്ട്. കാരണം ഒരു ഭവനത്തിൽ കടന്നുപോയി സുവിശേഷം പറയുമ്പോൾ അവിടെ പറയുന്ന സംഗതികൾ ഇന്നതൊക്കെ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മോറലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാം എന്ന് പറയുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ കർത്താവ് ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി തൻ്റെ ജീവൻ താൻ മറുവിലയായി കൊടുക്കുകയും ദൈവത്തോട് അവനെ അടുപ്പിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യേണ്ടതിന് പകരം പലപ്പോഴും ഈ നിലയിലുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ഒരിക്കലും ബാഹ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് അഭിമാനിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ബാഹ്യമായി ചെയ്യുന്നില്ല എന്നുള്ളത് നല്ലത് തന്നെ, അതേസമയം തന്നെ അത് ആന്തരികമാണ്. അത് നമ്മുടെ ചിന്തയിലാണ് ഈ ദിവസങ്ങളിൽ വിശുദ്ധിയുടെ ഇതായിട്ടുള്ള അനുഭവങ്ങൾ ഏറ്റവും അധികമായിട്ട് കാണപ്പെടേണ്ടത്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. ഒരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏത് ചിന്താഗതിയെയും ഒരു 6 ആഴ്ച കൊണ്ട് നമുക്ക് ചില ഹാബിറ്റ്സിനെ, അത് ചിന്തകളെയല്ല ഉദ്ദേശിക്കുന്ന, ഹാബിറ്റ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ഒരാൾ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വലിയൊരു ചലഞ്ച് വെച്ചേക്കുക. നമുക്കറിയാമല്ലോ, ഞാൻ താമസിക്കുന്നത് ഒരു ഇവിടെ ബോർഡറിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പോഴവിടെ കോവിഡൊക്കെ കൂടുന്ന സമയത്ത് വലിയ ചെക്ക് പോസ്റ്റും അതുപോലെ ചില നിയന്ത്രണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ രസകരമായ ഒരു ഐഡിയ എന്ന് പറയുന്നത്, എന്നാൽ പല പോക്കറ്റ് റോഡുകളുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് ഒഴിഞ്ഞു പോകാനുള്ള പല പോക്കറ്റ് റോഡുകളുമുണ്ട്. ഒരിക്കൽ അത് കോവിഡ് കൂടിയ സമയത്ത് ഈ പോക്കറ്റ് റോഡുകളും കൂടെ അവർ മണ്ണിട്ട് പാറയൊക്കെ ഇട്ട് തടയാനായിട്ട് അത് അടയ്ക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ പല സമയങ്ങളിലും ഈ ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് വാഹനങ്ങളെ തടയുക തന്നെ പ്രയാസമായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും? ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. പാപത്തെയും മരണത്തെയും ജയിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. കാൽവരി ക്രൂശിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കിയത് ഏത് ആത്മാവിനാലാണോ അതേ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദൈവിക സത്യം. ആ ജയിച്ച ആത്മാവിനെ, ആ യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ച ആ ആത്മാവിനെ നമ്മളിൽ നൽകിയിരിക്കുകയാൽ നമുക്ക് നമ്മുടെ ഭൗതിക തലത്തിൽ മാത്രമല്ല ചിന്താമണ്ഡലത്തിൽ പോലും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും ചിന്തകളെ ജയിക്കാനും ജഡത്തിൻ്റെ ശക്തിയെ ജയിക്കാനും ഉള്ള പവർ അത് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ചിന്തകളെ നിയന്ത്രിക്കാനായിട്ടും ആ ചിന്തകളിൽ ഒരു ജയം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓഫർ ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രോമിസ്. നമുക്കറിയാം, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ജയജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും എന്നാൽ പലപ്പോഴും അത് സാധിക്കാതെ വരികയും ചെയ്തിട്ടുള്ള പല അവസരങ്ങളിൽ ഞാൻ ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ട്. കർത്താവ്, ഇതെന്താ ഇങ്ങനെ? നിൻ്റെ വചനത്തിൽ ജയജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില
വീഴ്ചകളും കുറവുകളും ഒക്കെ പിന്നെയും കർത്താവെ ഞാൻ അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ എങ്ങനെയാ കർത്താവ്, ഈ ക്രിസ്തീയ ജീവിതം പ്രായോഗികമല്ല എന്ന് പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, അല്ല, രാവിലെ എഴുന്നേറ്റാ തൊട്ട് നീ ചെയ്യുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാ, പണികൾ എന്തൊക്കെയാ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തരികയും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുന്നതിനേക്കാൾ മാറി മറ്റു പല കാര്യങ്ങളിൽ ഇടപെടുകയും മറ്റു പല വായനകളും നടത്തുകയും മറ്റ് പല നിലകളിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം അത്ര നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നതെന്നും ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ യേശു കർത്താവിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമല്ല എൻ്റെ ജീവിതമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരാനും ഇടയായിട്ട് തീർന്നു. ഞാൻ അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് കോളേജിൽ പല വർഷങ്ങൾ അവിടെ കടന്നുപോയി ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കാനും പല കുഞ്ഞുങ്ങൾ അവിടുന്ന് രക്ഷിക്കപ്പെടാനും ദൈവത്തെ അറിയാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കോളേജിൽ സ്ഥിരം ഞാൻ പോകുമ്പോൾ എന്നോട് എപ്പോഴും പരാതി പറയുന്ന ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു. കാരണം ബ്രദറെ, ഈ സാത്താനെ ദൈവം എന്തിനാണ് ഈ സൃഷ്ടിച്ചത്? ഈ സാത്താൻ ഉള്ളത് കൊണ്ട് ബ്രദറെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ബ്രദറെ എന്നും പറഞ്ഞ് സ്ഥിരം കംപ്ലൈൻറ്റ് പറയുകയും ഇദ്ദേഹത്തെ മാത്രം ഈ സാത്താൻ തെരഞ്ഞെടുത്ത് അറ്റാക്ക് ചെയ്യുന്നതിൽ ഞാനും വളരെ ദുഃഖിതനായിട്ട് എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് അവരുടെ ആ റൂമിൽ വെച്ച് ഞങ്ങളിങ്ങനെ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തലയണ തട്ടി താഴെ വീഴാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ സാത്താൻ ആക്രമിക്കുന്നതിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. അതിൽ പല കൊള്ളരുതാത്ത നിലയിലുള്ള പല പുസ്തകങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴാനും ഇതാണ് തലേണയ്ക്ക് അടിയിൽ വെച്ച് രാത്രിയും പകലുമൊക്കെ ധ്യാനിക്കുന്നതെന്നും വെളിപ്പെടാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനുശേഷം അങ്ങനെ ആ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഇതാണ് നിന്നെ പിശാച് വിടാതെ പിന്തുടരുന്നതിൻ്റെ കാര്യം. കാരണം നിന്റെ മനസ്സ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ സെറ്റ് ചെയ്തിരിക്കുകയാണ്, വെച്ചേക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരനുഭവത്തിൽ നിന്റെ മനസ്സ് നീ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ ഇപ്പോഴും ജഡികമായ കാര്യങ്ങളിൽ തന്നെ നീ വെച്ചിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ തന്നെയും നിന്റെ ജീവിതത്തിൽ ഒരു ജയജീവിതത്തിന് നിനക്ക് സാധിക്കുന്നില്ല എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. ഞാൻ എന്തിനാ ഈ വളരെ ഉദാഹരണം പറഞ്ഞത്? ഇത് വളരെ ലളിതമായ കാര്യം. നമ്മൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിൽ എന്തിനാണ് ഏറ്റവും പരമപ്രധാനം കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളും ഈ പറഞ്ഞ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം നമ്മൾ ഓൾറെഡി വായിച്ചു, അങ്ങനെ ജഡത്തെ അല്ല ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനും ജഡത്തെ അനുസരിക്കാതിരിക്കാനുമുള്ള ശക്തി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട്, ആ അധികാരം ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട്, അതിനുള്ള ദൈവികമായിട്ടുള്ള പ്രൊവിഷൻ എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കി തീർക്കുന്നു. അങ്ങനെ ആത്മാവിനെ ആരാണ് ഒരു ജഡീകൻ, ആരാണ് ഒരു ആത്മീയൻ എന്ന് തുടർന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ജഡീകനാരാ, ആത്മീയനാരാ? നമ്മൾ പലപ്പോഴും സഭയിലൊക്കെ ഇച്ചിരി ഒച്ചത്തി പറയുകയോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ബഹളം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ചിലപ്പം ജഡീകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ മാത്രം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം ചിലപ്പം ചില ന്യായമായ കാര്യങ്ങൾക്കായിരിക്കും ഈ പറയുന്ന രീതി മാത്രം പലപ്പോഴും വ്യത്യാസപ്പെടുന്നു എന്നുള്ളതല്ലാതെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കഴമ്പൊക്കെ കാണാം. ഞാൻ അതിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. എന്നാൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ചിന്തയെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഏത് നിലവാരത്തിലുള്ളവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇംഗ്ലീഷിൽ അത് കൊടുത്തേക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അത് ഇങ്ങനെ വായിക്കുന്നത്, those who live according to the sinful nature have their minds set on what that nature desires, but those who live in according with the spirit have their minds set on what the spirit desires. അപ്പോൾ
ജഡീകമായിട്ട്, അല്ലെങ്കിൽ ദോസ് ഹു ലീവ് അക്കോർഡിംഗ് ടു സിൻഫുൾ നേച്ചർ ഹാവ് ദെയർ മൈൻഡ്സ് സെറ്റ് ഓൺ വാട്ട് ദാറ്റ് നേച്ചർ ഡിസൈഡ്സ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കും ജഡീകന്മാർ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ അവരുടെ മനസ്സിനെ ജഡത്തിന്റെ ചിന്തകളിലെ പോകത്തക്കവണ്ണം അവരുടെ മനസ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ജഡികമായ ചിന്തകളിൽ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ ആത്മീയന്മാരാണെങ്കിൽ ആത്മാവിൻ്റെ ചിന്തകളെ ചിന്തിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ ഈ ചിന്തകളെ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7-ാം അധ്യായ റോമാലേഖനത്തിലും പൗലോസ് 10-ാമത്തെ പ്രമാണം എടുത്തിട്ട്, മോഹിക്കരുത് എന്നുള്ള പ്രമാണം എടുത്തിട്ട്, അത് ബാക്കി എല്ലാ പാപങ്ങളും എന്നിൽ ഉണ്ടാകത്തക്കവണ്ണം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമാണമാണ് എന്ന് അത് നമുക്ക് കാണിച്ചു തരികയും, പാപം അവസരം ലഭിച്ചിട്ട് എന്നിൽ എല്ലാവിധ മോഹങ്ങളെയും ജനിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പഴയ നിയമത്തിലെ ഒരു കൽപ്പനയാണ് 10 കൽപ്പനകളിൽ ഒന്നാണ് മോഹിക്കരുത് എന്ന് പറയുന്നത്. കാരണം ആ മോഹിക്കരുത് എന്നുള്ള കൽപ്പന നമ്മൾ ലംഘിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് മുകളിൽ പറയപ്പെട്ട മറ്റു പല കൊലയിലേക്കോ മറ്റ് കള്ളസത്യ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ കഴിയാത്തൊരു നിലയിലേക്കും കൂടെ അത് കടന്നു പോകും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 കാര്യമാണ് എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ഈ ജഡത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആശ്രയിച്ച് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ആ ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ഈ ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആത്മീയമായ മരണമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആദാമും ഹവ്വയും അന്ന് അവർ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ദൈവഭക്തന്മാരുണ്ട്. അവർക്ക് മനസ്സിലാകാത്ത കാര്യം, അന്ന് അവർക്ക് ആ ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമെന്നോ, ഇതിനു മുന്നേ നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട്, ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണെന്ന് അല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ ഒരു നേച്ചറിനെയാണ് ജഡം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം, അതിനാണ് പ്രയോറിറ്റി, അതിനാണ് പ്രിഫറൻസ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ മനോഭാവത്തിനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ജഡം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവിൽ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നവരായിട്ട്, ആത്മാവിന് പ്രാധാന്യമുള്ളവരായിട്ട്, അത് ആത്മാവ് പറയുന്നത് മനസ്സും ശരീരവും അനുസരിക്കുന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചെങ്കിലും, എന്നാൽ പാപത്തിൽ വീണുപോയി കഴിഞ്ഞപ്പോൾ അവന് തിന്മാൻ രുചിയുള്ളതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യവുമായ ഒരു ഡിസയറിലൂടെ അവർക്ക് അതിൽ വീണുപോയപ്പോൾ സംഭവിച്ചത്, ആ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരികയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതാകുകയും ശരീരം ഡ്രൈവിംഗ് ഫാക്ടറായി തീരുകയും, ശരീരം പറയുന്നത് അവൻ്റെ മനസ്സും മനസ്സ് പറയുന്നത് അവൻ്റെ ആത്മാവും അനുസരിക്കേണ്ട ഒരു ഗതികേടിലേക്ക്, അല്ലെങ്കിൽ ആത്മീയ ആവശ്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം ഉള്ള നിലയിൽ, അതിന് പ്രയോറിറ്റി ഉള്ള നിലയിൽ ഒരു പീച്ചേ മൂടായിട്ട് 180 ഡിഗ്രി തിരിഞ്ഞ ഒരു അനുഭവത്തിൽ അവനായിത്തീരുകയും ചെയ്തു. ഇതൊക്കെ സാങ്കേതികമായിട്ട് പറയുന്നത്, അതിനെ അങ്ങനെ തന്നെ എടുത്ത് വ്യാഖ്യാനിക്കരുത്, എനിക്കറിയാവുന്ന ലാംഗ്വേജിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ 2 നിലയിൽ കാര്യങ്ങൾ സംഭവിക്കുക. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇതേപോലെ ഈ ജഡത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യവും ഉള്ള ഒരു നിലയിൽ തന്നെ അവന് മുന്നോട്ട് ജീവിക്കാൻ ഒരു പക്ഷേ കഴിയും. അത് ദൈവത്തിൻ്റെ ആഗ്രഹമല്ല, എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ
ഒരു അധികാരമുള്ള പാപത്തെയും മരണത്തെയും ജയിച്ച ഒരു ആത്മാവിനാൽ നാം നിറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ജഡത്തിന്റെ ശക്തിയെ ജയിക്കാനായിട്ട് ഉള്ള പവർ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. ഈ ജഡത്തിന്റെ ചിന്തകളെ നിയന്ത്രിക്കാനും ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കാനുമുള്ള ഒരു ശക്തി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിക്കാതെ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ആത്മീയ മരണം സംഭവിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിലാണ് പറയുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തക്കവണ്ണം അവന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയും അങ്ങനെ ആത്മീയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന അനുഭവം. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് പറഞ്ഞ പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ വായിച്ചിട്ടില്ലയോ? നമ്മൾ ആവർത്തന പുസ്തകത്തിൽ കാണുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ അറിയേണ്ടതിന് നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്തു. നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്തത് തന്നെയാണ്, ഡെലിബറേറ്റ് ആയിട്ട് ഞാനത് ചെയ്തത് തന്നെയാണ്. കാരണം മനുഷ്യൻ ഒരു ഭൗതിക ജീവിയല്ല, അവന് ആത്മീയ ജീവിയാണെന്ന് നീ അറിയേണ്ടതിനും ദൈവത്തിന്റെ വചനത്താലുള്ള വിടുതലും അങ്ങനെയുള്ളൊരു ആ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നീ വരാൻ വേണ്ടി ഞാൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്, നമുക്കതിനെ വ്യാഖ്യാനിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് പരിശുദ്ധാത്മ സഹായത്താൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവ് നടത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഈ രക്ഷയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നു, നമ്മുടെ ചിന്ത എന്തിലാണ് ഡ്വെല്ല് ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പല ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 3:1 വാക്യമാണ് വളരെ പ്രാധാന്യമുള്ള വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഞാനിതൊക്കെ കാണാതെ പറയുക, ബൈബിൾ തുറന്ന് പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 വാക്യം വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അവനിന്ന് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണെന്ന് എഫേസ്യർ എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മാവിലാണ് ഞാൻ പറയുന്നത്, ശരീരം നമ്മുടെ ഇവിടെ തന്നെയാണ്. എന്നാൽ ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഈ ഭൗമികമായിട്ട് തീരുന്നു. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് മനസ്സ് സ്വർഗീയ കാര്യങ്ങളിൽ ഡ്വെല്ല് ചെയ്യാനായിട്ട്, സ്വർഗീയമായ ചിന്തകൾ ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പല വാക്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യം റോമർക്ക് എഴുതുന്ന ലേഖനം 12:1-2 നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ മനസ്സിന്റെ രൂപാന്തരമാണ് നമുക്കറിയാമല്ലോ. രൂപാന്തരം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഈ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്കെല്ലാം അറിയാം. അത് ഈ ചിത്രശലഭത്തിന്റെ ആ പുഴു ആ കൊക്കൂൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് വളർന്ന് ചിത്രശലഭമായി തീരുന്ന ഒരു അനുഭവത്തെയാണ് അത് കാണിക്കുന്നതെന്ന് പല ദൈവഭക്തന്മാർ പ്രസംഗിച്ചും വായിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ മനോഭാവം ഈ ലോകപ്രകാരമുള്ള ലോകത്തിന്റെ കാര്യങ്ങളെ തിരിച്ചറിയുകയോ ജഡത്തിന്റെ കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ടോ ഇരിക്കുന്ന നമ്മുടെ മനോഭാവം മാറി നമ്മൾ ആത്മീയമായിട്ട് സ്വർഗത്തിലിരിക്കുന്ന ഒരു അനുഭവത്തിലായതുകൊണ്ട് ദൈനംദിനം ആ സ്വർഗീയമായ നിലയിൽ സ്വർഗീയമായ കാഴ്ചപ്പാടോടുകൂടെ സ്വർഗീയമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കോടുകൂടെ നമ്മുടെ കാഴ്ചപ്പാട് മാറണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കിയാട്ടെ, അതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ആവശ്യം വരുന്നത്. കാരണം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നമ്മുടെ ചിന്ത എന്തിനെ കുറിച്ചാണെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം
ഈ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇത് നടക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. അത് നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ചിന്തകളില്ല. അല്ലാതെ ഞാനത് ഇന്നത് ചെയ്തില്ല പാസ്റ്ററെ, അതല്ലെങ്കിൽ ഐ വാസ് സോ ടെംപ്റ്റഡ് ടു ഡു ദാറ്റ് ബട്ട് ഐ ഡിഡ് നോട്ട് ഡു ദാറ്റ് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. ഐ ആം നോട്ട് ഈവൻ ടെംപ്റ്റഡ് ഈവൻ ഇൻ മൈ തോട്ട്സ്. When that thought came into my mind, I could realize that it is not from you, but it is from my flesh, and I could really take a stand against that thought by the help of the Holy Spirit in my life. എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ അത് ദൈവത്തിൽ നിന്നുള്ള ചിന്തയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, അത് ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നും. കാരണം പണ്ടാരോ ചോദിച്ച പോലെ ഇതെങ്ങനെ ഈ ചിന്തയൊക്കെ നിയന്ത്രിക്കും? കാരണം ദിവാസ്വപ്നങ്ങളിൽ മുഴുകുകയാണല്ലോ പലരുടെയും ഒരു വലിയൊരു ഇഷ്ടപ്പെട്ട ഹോബി. പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ലെങ്കിലും അത് ചെയ്യുന്നതായിട്ട് ചിന്തിച്ച് അവർ ആ നിലയിൽ മുന്നോട്ട് പോവുകയും ഒരു നിലയിൽ പാപത്തിന്റെ ആ വശ്യത അല്ലെങ്കിൽ അതിന്റെ സന്തോഷം ആ നിലയിൽ അനുഭവിക്കുന്നവരായിട്ട് നമുക്ക് പലരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 139 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, കർത്താവെ നീനെ മുഴുവനായി ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളെ നീ ദൂരത്തുനിന്ന് തന്നെ ഗ്രഹിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവം അത് ഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വിവേചിച്ച് തരുമ്പോൾ, കർത്താവ് ഈ ചിന്ത ഞാൻ ചിന്തിക്കേണ്ട ചിന്തയല്ല, ഞാൻ ഏറ്റെടുക്കേണ്ട ചിന്തയല്ല, ഒരു ദൈവപൈതൽ എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആലോചിക്കേണ്ട ആലോചനയല്ല, ഈ ആലോചനയ്ക്ക് എൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല. നമുക്കറിയാവില്ല, പിശാച് നമ്മളോട് പോരാടുന്നത് പലപ്പോഴും പലരുടെയും വിചാരം വീട്ടിലെ തെങ്ങിന്റെ മീതയിലും അതുപോലെ ഭൗതികമായ ചില വസ്തുക്കളുടെ മേലും ഒക്കെ ഇരുന്ന പോരാടുന്നു എന്നുള്ളത്. പിശാചിന്റെ ഏറ്റവും വലിയ പോരാട്ടം ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നതിലൂടെയാണെന്ന് അതിൽ അഭ്യാസം തികഞ്ഞ ദൈവഭക്തന്മാർക്ക് എല്ലാം അറിയാം. ആവശ്യമില്ലാത്ത അയോഗ്യമായ കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെയും ചിന്തകളെയും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നാണ് പിശാച് നമ്മളോട് പോരാടുന്നത്. അവന്റെ പോരാട്ടം പ്രധാനമായിട്ട് ആ സ്ഥലത്താണ്. അപ്പോൾ ഒരു ദൈവത്തിന്റെ പൈതൽ അവന്റെ ചിന്തകളെക്കുറിച്ച് ജാഗരൂകനായിട്ട് ഇരിക്കേണ്ടതിന്റെ ആവശ്യവും വരുന്നത് ഇതേ രീതിയിൽ. പാപത്തെ അതിന്റെ കതിരിൽ കൊണ്ടുവന്ന് നുള്ളിക്കളയുന്ന ഒരു അനുഭവമല്ല. കർത്താവെ, മോഹം ഗർഭം ധരിക്കുമ്പോൾ തന്നെ അത് ദൈവഹിത പ്രകാരമുള്ള മോഹമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നുള്ളിക്കളയുന്ന ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള അധികാരം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം വിശദമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കൂടുതലും ഞാൻ ആ ഭാഗത്ത് നിന്ന് ഞാൻ ഇനിയും പറയുന്നില്ല. നോക്കിയാട്ടെ, ഇതിനോട് ചേർന്ന് ഞാൻ പറയുന്ന ഒരു ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനമാണ്. ഇതിന് പാരലായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം. നമ്മൾ ഇവിടെ വായിക്കുന്ന ഭാഗങ്ങൾ തന്നെ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 16-ാം വാക്യം, 17-ാം വാക്യം, 18-ാം വാക്യം, ഈ 3 വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എന്ന് വായിച്ചതിന് ശേഷം വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. എത്ര കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നു. ആത്മീയരാണ്, വീണ്ടും ജനിച്ചവരാണെങ്കിൽ പോലും പ്രതികാരത്തിൻ്റെയും അതുപോലെ മറ്റു പല ചിന്തകളുടെയും പിൻബലത്തിൽ എടുത്തു ചാടി മുന്നോട്ട് പോകുന്നവർക്ക്, പകരത്തിന് പകരവും അതുപോലെ ഈ ലോകപ്രകാരമുള്ള ചിന്തകളാൽ എടുത്തു ചാടി മുന്നോട്ട് പോകുന്നവർക്ക് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അവർക്കങ്ങനെ സാധിക്കയില്ല. ക്രിസ്തുവിന്റെ താഴ്മ ധരിക്കുകയും ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റാൻ തക്കവണ്ണം തങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുകയും അതുകൊണ്ട് എന്ത് നഷ്ടം വന്നാലും സഹിച്ചോളാം കർത്താവേ, എന്നാലും നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ മാതൃക പിൻപറ്റാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീരണം എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ഈ ജയം ഉണ്ടാവുന്നത്.
ഒരുപക്ഷെ ലോകപ്രകാരം നോക്കുമ്പോൾ നമ്മളെ പരാജയപ്പെട്ടവരെ പോലെ കാണാം. വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, നഷ്ടങ്ങൾ ലാഭമെന്നെണ്ണുക, ഇങ്ങനെയുള്ള നിലവാരത്തിലുള്ള ജീവിതം നമ്മൾ അനുവർത്തിക്കുമ്പോൾ നമ്മളെ ഒരുപക്ഷെ ലോകം മണ്ടനെന്ന് പറഞ്ഞേക്കാം. നമ്മളും അത് മുൻകൂട്ടി കണ്ടോണം. നമ്മൾ ആരും ബുദ്ധിമാന്മാരെന്നൊന്നും പറയാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ജയവും നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയും എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ളതാണ്. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജഡമനസ്സ് വെച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ചിന്തയിൽ നിന്ന് അന്യപ്പെട്ടുള്ള ജഡത്തിന് കീഴടങ്ങി ജീവിച്ച ആ മനസ്സ് വെച്ചും കുറെ നന്മകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. ആ മനസ്സ് വെച്ച് ആരാധിക്കാം, ആ മനസ്സ് വെച്ച് സാക്ഷ്യം പറയാം, ആ മനസ്സ് വെച്ച് സുവിശേഷ വേല ചെയ്യാം, ആ മനസ്സ് വെച്ച് ഈ ആത്മീയമായ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളെ അനുകരിക്കാം. എന്നാൽ അങ്ങനെയുള്ള ചെയ്ത്തുകൊണ്ട് അത് കയ്യിനർപ്പിച്ച യാഗം പോലെ മാത്രമേ ആവത്തുള്ളൂ. ഒരിക്കലും ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായ വിശ്വാസത്തോടെ അർപ്പിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് ദൈവസന്നിധിയിൽ അത് കണക്ക് കൂട്ടപ്പെടുകയില്ല. വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ അത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് 18-ാം വാക്യത്തിൽ വായിക്കുന്നു. നമുക്കറിയാമല്ലോ, ന്യായപ്രമാണത്തിൽ നമ്മൾ ആ കീഴുള്ളവരല്ല എന്ന് പറയുമ്പോൾ അതിലുപരിയായിട്ടുള്ള നീതി നമ്മളിൽ, ക്രിസ്തുവിന്റെ നീതി നിവർത്തിക്കപ്പെടുന്നതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. നോക്കിയാട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഒരു സത്യം നമുക്ക് ഗ്രഹിക്കുകയും കർത്താവെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ ഹൃദയപരിച്ഛേദനയുടെ അനുഭവത്തിൽ കടന്നു വന്ന ഒരു നിലവാരത്തിൽ കർത്താവെ എൻ്റെ ജീവിതത്തിൽ അത് നടക്കാൻ തക്ക ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കിയാട്ടെ, ജഡസ്വഭാവമുള്ളവർക്ക് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അത് പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല അത് എന്താ കർത്താവെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ 8-ാം അധ്യായത്തിൽ ആദ്യം വായിച്ച ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായി പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തെയും മരണത്തെയും ജയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരാകാൻ അധികാരമുള്ളവരത്രേ, അതിന് അനുവാദമുള്ളവരത്രേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരായി ആ ക്രിസ്തുവിനെ അനുകരിക്കാൻ തക്കവണ്ണം അധികാരപ്പെട്ടവരും അതിന് അനുവാദമുള്ളവരും ആകുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. നിങ്ങൾ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം അതെ ആത്മസ്വഭാവമുള്ളവരത്തെ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. നമ്മൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് ദൈവമക്കളെക്കുറിച്ച് വായിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഈ പാപത്തെയും മരണത്തെയും ജയിച്ച പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നില്ല എന്ന് വരികിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല, അവൻ ദൈവപൈതലല്ല. കാരണം അവൻ ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അവൻ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് വരികയും അവനൊരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനെ അല്ലാതെ ഒരു വ്യക്തിക്ക് കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിയുകയില്ല എന്ന ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് മൗനിയായിട്ടും ഇടപെടാൻ കഴിയാത്തതായിട്ടും പ്രവർത്തിക്കാൻ കഴിയാത്തതായിട്ടും നമ്മളിൽ ഒരു മൂകസാക്ഷി പോലെ ഇരിക്കുന്നു എന്നുള്ളതല്ല വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ ജയം നേടിയ സകലത്തെയും ജയിച്ച് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഈ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആത്മസ്വഭാവമുള്ളവരായിട്ട് ആത്മാവിനെ കീഴടങ്ങി ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ആത്മാവാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിക്കും. 5-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. അപ്പൊ ആത്മീയ മരണം അവിടെ ഒന്നാമത് വന്നു, അതിനെ തുടർന്ന് ശാരീരിക മരണവും വന്നു. ഇവിടെ നമ്മൾ ആ സംഗതിയെ റിവേഴ്സ് ചെയ്ത് നമ്മൾ കാണുകയാണ്.
ആ ആത്മീയ മരണം ആദ്യം വന്നെങ്കിൽ ആത്മീയമായി ജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥ ക്രിസ്തുവിൽ ആദ്യം ഉണ്ടായി. എന്നിട്ട് ഒടുക്കത്തെ ശത്രുവായിട്ട് ഈ ശാരീരിക മരണവും നീങ്ങിപ്പോകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കും. അപ്പോൾ നമ്മൾ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടത് കൊണ്ട് എന്ന് മാത്രമല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്, ദാറ്റ് വി ആർ ഗോയിങ് ടു ബി റൈസ്ഡ് അപ്പ് വെൻ ക്രൈസ്റ്റ് കംസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അവസാന നാളിൽ കർത്താവ് വരുമ്പോൾ നാമും അവനോടുകൂടെ ഉയിർപ്പിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പാക്കുന്ന ഒരു അനുഭവമാണ് ഈ ജീവന്റെ ആത്മാവ് നമ്മളിൽ ജീവിക്കുന്നു എന്നുള്ളത്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുകയും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ആത്മീയ മരണം നീങ്ങി എന്നുള്ളതിന്റെ തെളിവാണെങ്കിൽ, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള വിഷയം നമ്മൾ ശാരീരികമായിട്ടും നമ്മൾ രൂപാന്തരപ്പെടുകയും ഒരിക്കൽ നമ്മളെ കീഴടക്കിയിരുന്ന ഈ ശാരീരിക മരണം പോലും മാറിപ്പോകുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് 8-ന്റെ 10-ഉം 11-ഉം വാക്യങ്ങളിൽ നമ്മൾ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. കാരണം നമ്മൾ ഇന്ന് ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട് ഇരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നിരിക്കുന്നു. ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില വ്യക്തികൾ അതിനെ അങ്ങനെ അല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് 10-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഭാഗത്ത് തന്നെ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും ഇത് ശാരീരികമായിട്ടുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗം അവിടെ കണ്ടു. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അത് ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നമ്മുടെ ഒബ്ലിഗേഷൻ, നമ്മുടെ കടം അത് ആത്മാവിനോടാകുന്നു. അല്ലെങ്കിൽ വേറൊരു നിലയിൽ പറഞ്ഞാൽ അതെ, വേറൊരു നിലയിൽ പറഞ്ഞാൽ നമുക്കിനി ഈ യാതൊരു കടബാധ്യതയും നമുക്ക് ജഡത്തിനോട് നമുക്ക് ഇല്ല. അതിനോടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജഡം നമ്മൾ മരിച്ചു, ജഡത്തിന് ഇനിയും നമുക്ക് ഇതില്ല എന്ന് പറഞ്ഞു ജഡത്തിന്റെ മുറവിളി വല്ലോ നിർത്തുവോ? അവൻ എല്ലാ നിമിഷവും നമ്മളോട് മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. അതങ്ങനെയല്ലേ ഇങ്ങനെയല്ല. കാരണം നമ്മൾ ജീവിച്ച് തഴമ്പിച്ച് വന്നത് വേറൊരു നിലയിലായതുകൊണ്ട് ആ തഴമ്പൊക്കെ മാറാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് പലപ്പോഴും വളരെ ചിന്തകളും അങ്ങനെയുള്ള ആലോചനകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ജഡം കടത്തി വിട്ടുകൊണ്ടിരിക്കും. അവൻ്റെ പല ക്ലെയിമുകളും നമ്മുടെ മനസ്സിന് മുന്നിൽ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവൻ്റെ ക്ലെയിമിന് പരിഗണിക്കത്തക്കവണ്ണം നമുക്ക് അവനോട് ഒരു ബാധ്യതയുമില്ല എന്നാണ് നമ്മൾ ആ വായിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം. എന്നാൽ മാത്രമല്ല ഒരു കാര്യം കൂടെ ചെയ്യാൻ ഇച്ഛിക്കുന്നു. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാനും കൂടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. മോർട്ടിഫൈ ദ ഡീഡ്സ് ഓഫ് യുവർ ഫ്ലെഷ് ബൈ ദ സ്പിരിറ്റ്. അതെങ്ങനെയാണ് ഈ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നത്? എങ്ങനെയാണ്? നിശ്ചയമായിട്ട് നമുക്കറിയാം, അതിന് അവസരം കൊടുക്കാതിരിക്കുന്നതിലൂടെയാണ്. അതെങ്ങനെയാ അവസരം കൊടുക്കാതിരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചതായിട്ടും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റതായിട്ടും ഞാൻ വിശ്വസിക്കുകയും ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി ഇതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ മരിച്ചവരായിട്ടും ക്രിസ്തുവിൽ നീതിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരായിട്ടും നമ്മൾ എണ്ണുന്നതിലൂടെയാണ് ഈ മരണം നടക്കേണ്ടത്. മരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അപ്പം മോർട്ടിഫൈയിങ് ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ് എന്നവിടെ എഴുതിയിരിക്കുക. എന്നിട്ട് അവിടെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. നേരത്തെ ഒരിടം വായിച്ചു, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് വായിച്ചു. ഇവിടെ വായിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളാണെന്നുള്ളതിന്റെ തെളിവെന്താ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്. ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നതാണ് നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്
എന്ന് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുകയും ജഡത്തിലിൻ്റെ അനുഭവങ്ങൾക്ക് ചിന്തകൾക്ക് കീഴ്പ്പെടാതെ ആത്മാവിൽ ദൈവത്തിൻ്റെ ദൈവീകമായിട്ടുള്ള ചിന്തകൾക്ക് കീഴടങ്ങി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആത്മാവിനെ നടത്തുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പില്ലാത്ത ഒരുത്തൻ ദൈവത്തിൻ്റെ പൈതലല്ല എന്നവിടെ പറഞ്ഞേക്കുക. നോക്കിയാട്ടെ, അതെ, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലും നമ്മൾ ഇതേ വായിക്കുന്നു, നാം പിന്നെയും ഭയപ്പെടുന്നതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. കാരണം നമ്മുടെ ജഡമനസ്സ് പറയുന്നത് കേട്ടാ നമ്മൾ പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെയും ഭയമുണ്ടാകുക. ദൈവത്തെ അപ്പച്ചാന്ന് വിളിക്കാൻ കഴിയുന്നില്ല. നമുക്ക് യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യഹൂദന്മാർക്ക് എല്ലാ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ടായിരുന്നു. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ലായ്മയെന്ന് വിളിച്ചു വേർതിരിച്ച ദൈവം, ഇതുപോലുള്ള ദൈവത്തെക്കുറിച്ചുള്ള പല പരിജ്ഞാനവും അവരവരുടെ പ്രാർത്ഥനകളിലും അവരുടെ ഗാനങ്ങളിലും അവർക്ക് ലഭിച്ച വചനത്തിലും ഉൾപ്പെടുത്തപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം അവർക്കില്ലായിരുന്നു. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തെ സൃഷ്ടിതാവേ എൻ്റെ അങ്ങനെയൊക്കെ വിളിക്കുന്നതല്ലാതെ ഈ ദൈവത്തെ കയറി അപ്പച്ചാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പ്രിവിലേജ് അവർക്കില്ലായിരുന്നത് മാത്രമല്ല, ലോകത്തിലുള്ള പല വ്യക്തികൾക്കും പല തത്വശാസ്ത്രങ്ങൾക്കും ഇല്ലായിരുന്നു ദൈവത്തെ അപ്പാ പിതാവേ. കാരണം നമ്മളൊക്കെ മക്കള് കുഞ്ഞായിട്ട് വളർന്നു വരുമ്പം അവര് നമ്മളെ കയറി അപ്പാന്ന് വിളിക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളുടെ പിതാവാണ് എന്നുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് യേശു കർത്താവ് ദൈവത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്തോ അതേ നിലയിൽ ഉള്ള ഒരു പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ച് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരവും അവകാശവും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നമ്മളവിടെ കാണുക. നോക്കിയാട്ടെ, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല, തുടർന്ന് വരുന്ന ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പറയും. അതിന് ഞാൻ ആ ലാസ്റ്റ് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എന്നാൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അവൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എത്ര നല്ലൊരു വാക്യമാണ്. ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് എനിക്ക് ദൈവം ഒരു ആഴമായ വെളിപ്പാട് നൽകിയൊരു വാക്യമാണ്. കാരണം ഈ മക്കളാണെന്നുള്ളതിൻ്റെ തെളിവെന്താ എന്നുള്ളതാണ് എനിക്ക് ആ ഭാഗത്തുനിന്ന് ദൈവം എന്നോട് സംസാരിച്ച കാര്യം. കാരണം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. അവകാശം മേടിക്കാനായിട്ട് നമുക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. എനിക്കും വലിയ ഇഷ്ടമായിരുന്നു. അപ്പൻ എന്തുകൊണ്ട് ഇപ്പോഴേ എൻ്റെ മക്കളൊക്കെ എനിക്ക് ഏത് ഭാഗമാണ് കിട്ടുന്നത്, ഏത് സ്ഥലമാണ് കിട്ടുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പ്രായമായി വരികയാണ്. അപ്പം അവകാശം മേടിക്കാനായിട്ട് വലിയ ഉത്സാഹമാണ്. ആ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ക്രിസ്തുവിന് കൂട്ടവകാശികളും ദൈവത്തിന് അവകാശികളും തന്നെ. എബ്രായർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ അത് കുറച്ചുകൂടെ സവിസ്തരമായിട്ട് ഈ വിഷയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ ഈ മക്കൾ ആരാണെന്നുള്ളത് ആ വീട്ടിലൊരു ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് ഇത് വെളിപ്പെടുന്നത്. ഇപ്പം ഞാൻ ഒരു വീട്ടിൽ വന്ന്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നിരുന്നിട്ട് എന്നോട് നിങ്ങൾ പറയുക, ബ്രദറെ ആ വെള്ളയ്ക്കായെല്ലാം പൊഴിഞ്ഞു പോകുന്നു ബ്രദറെ, അതുകൊണ്ട് നമുക്കത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ വെള്ളയ്ക്ക പൊഴിയുന്നതിന് എനിക്കെന്നാ വേണം, അത് പൊഴിഞ്ഞാലും പൊഴിഞ്ഞില്ലേലും എനിക്കൊന്നും അറിയണ്ട എന്ന് പറയും. അതേസമയം ഞാൻ എൻ്റെ മോനോട് ഞാനത് പറയുകയാണെങ്കിൽ അത് അവൻ്റെയും കൂടെ ഡ്യൂട്ടിയാണ്. കാരണം ഈ തേങ്ങായ്ക്ക് നാളെ അത് വിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലോ ഉപയോഗപ്രദമായി തീരാൻ തക്കവണ്ണം അവൻ ഈ ഭവനത്തിലെ അംഗമാണെങ്കിൽ അവൻ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ഡിഫിക്കൽട്ടീസിൽ അവൻ പങ്കാളിയാകുന്നതിലൂടെയാണ് അവൻ എൻ്റെ മോനാണെന്നും അവൻ എൻ്റെ അവകാശിയാണെന്നും അവൻ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ തീരുന്നത്. അവകാശിയാണെങ്കിൽ അവകാശിയുടെ പെരുമാറ്റം ഒന്ന് വേറെയാ. ഇപ്പം നമുക്കറിയാമല്ലോ, വീട്ടിലൊരു ഗസ്റ്റ് വന്ന് ആ ഗസ്റ്റ് വന്നിരുന്ന് ചായയോ പലഹാരമോ തിന്നുന്ന കൂട്ടത്തിൽ അവനും വന്നിരുന്ന് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവനെ മോനെന്ന് വിളിക്കാൻ പറ്റുകയില്ല, അവകാശിന്ന് വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ പുറകിലോ അല്ലെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുടെ പുറകിലും അവകാശിയാണെങ്കിൽ അവനൊരു ഉത്തരവാദിത്വം കൂടുണ്ട് എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ആത്മാവിനാൽ നടത്തപ്പെട്ട, ആത്മാവിനാൽ ജനിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ് നമ്മളെങ്കിൽ
ഈ ദൈവസഭയും ദൈവഭവനത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങൾക്കും നമ്മൾ ഉത്തരവാദിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ചേട്ടനായിട്ടുള്ള ക്രിസ്തു ആ കഷ്ടം അനുഭവിച്ച് നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ നമ്മൾ അവകാശിയാണെന്ന് ദൈവസന്നിധിയിൽ തെളിയുന്നത് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ഈ അവകാശം ഉറപ്പിച്ച് നമുക്ക് കിട്ടും. അത് ആരും വിളിക്കാൻ പറയുകയൊന്നും വേണ്ട. അപ്പ എന്നെ എന്താ അതിന് വിളിക്കാൻ? എന്തിനു വിളിക്കണം? അത് ദാവീദ് പോയതുപോലെ പോവുക. എൻ്റെ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിന് നേരെ, സൈന്യത്തിന് നേരെ ഈ വ്യക്തി അപഹാസം പറയുമ്പോൾ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗോ ദെയർ. അതാണ് അതിന്റെ കാര്യം. ആരും വിളിക്കുകയോ പറയുകയോ നോട്ടീസ് തരികയോ നിർബന്ധിക്കുകയോ ചെയ്യത്തില്ല. അതല്ല ഇതിന്റെ കാര്യം. ആ തിമായിയുടെ മകൻ ബർത്തിമായി ചെയ്യുന്നത് പോലെ അവന് കാഴ്ച ലഭിച്ചപ്പം നീ പൊയ്ക്കൊള്ളുക എന്നാ കർത്താവ് അവനോട് പറയുന്നത്. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ഇത്രയും നാള് എന്റെ കണ്ണ് കാണാതിരുന്നിട്ട് എന്റെ കണ്ണ് കണ്ടപ്പോ ഞാൻ നിന്നെയാണ് കണ്ടതെങ്കിൽ, നിന്റെ ഈ അവസാന യാത്രയിൽ ശിഷ്യന്മാരൊക്കെ പുറകെ നിൽക്കുന്ന സമയത്താണ് നീ എനിക്ക് ഈ നന്മ ചെയ്തതെങ്കിൽ, എന്റെ കർത്താവെ ഞാൻ നിന്നെ പിൻഗമിക്കും എന്ന് പറഞ്ഞ് അവനെ അനുഗമിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. അവന് വേണ്ടി കഷ്ടമനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ സമർപ്പണമാ. നമ്മൾ അവകാശിയാണെന്നുള്ളതിന്റെ തെളിവാ. അവന്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നെന്നുള്ളതിന്റെ തെളിവാ. ആരെയും നിർബന്ധിക്കുകയോ വിളിക്കുകയോ വിളി കേൾപ്പിക്കുകയോ ചെയ്യേണ്ട ഒരാവശ്യവും. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നമ്മുടെ അവകാശം ഈ ദിവസങ്ങളിൽ നമ്മുടെ സമർപ്പണമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വരും.